ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. പറഞ്ഞു തന്നിരുന്നു ലോഗരിതം ഓർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സായി മാറി. ഇപ്പോൾ ലോഗരിതം ഓർ ഇൻവേഴ്സ് വന്നാൽ ഓർഡർ മാറ്റിയിട്ട് ലോഗ് ഓർ ഇൻവേഴ്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കണം. ഇനി ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ശരിയാണോ എഴുതിയത്? നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ്ഡ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എക്സ് റേസ്ഡ് 1ൻ്റെ ഇൻ്റഗ്രലാണ് ഇവിടെ എഴുതേണ്ടത്. എക്സ് റേസ്ഡ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് 1 + 1 / 1 + 1. അപ്പോൾ മനസ്സിലായല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റത്തെ ബ്രാക്കറ്റിനകത്ത് ആരാണോ ഉള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടില്ലേ ഡിഫറൻസിയേഷനിൽ? ഓർക്കുന്നുണ്ടോ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള ആളെ ഡെറിവേറ്റീവ് എഴുതാം. രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്തുള്ളത് അതേപോലെ തന്നെ പകർത്താം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ബ്രാക്കറ്റ് അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x² / 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ്, ഇവിടെ ഒരു 1/2 കാണുന്നുണ്ടോ? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x² ഡിവൈഡഡ് ബൈ 1 + x² dx കിട്ടും. x² ഡിവൈഡഡ് ബൈ 1 + x² dx. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ x² / 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. p/q ഫോമിൽ ഒരു ഇൻ്റഗ്രേഷൻ വരുമ്പോഴേ ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിലൊരു നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ ശ്രദ്ധിക്കണം. p/q ഫോമിലുള്ള ഒരു ഇൻ്റഗ്രേഷനിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഒരു നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ x² ആൻഡ് 1 + x², ഒരു 1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അത് വളരെ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ എഴുതാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ എഴുതാം. x² ഞാൻ എഴുതി കാണിച്ചു തരാം. x² നമുക്ക് 1 + x² - 1 എഴുതിയാലോ? 1 + x² - 1 ചെയ്താൽ x² തന്നെ വരുന്നുണ്ടല്ലോ. 1 ഉം 1 വെട്ടിപ്പോവും. താഴെ 1 + x² വരും. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളല്ലോ അല്ലേ. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും തമ്മിൽ ഒരു നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ എഴുതി സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x² / 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 + x² / 1 + x² ചെയ്താൽ 1 കിട്ടും. മൈനസ് 1/1 + x² dx വരും. നേരെ നമുക്ക് ആൻസർ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ x² / 2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ് മൈനസ് 1/1 + x² ഇൻ്റഗ്രൽ. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സ്പെഷ്യൽ ഇൻ്റഗ്രലായിട്ട് കമ്പയർ ചെയ്താൽ 1/x² + a², 1/x² + a² ആയിട്ട് കമ്പയർ ചെയ്ത് ചെയ്യാം. അപ്പോൾ അവിടെ 2 സ്റ്റെപ്പ് പോവും. അല്ലെങ്കിൽ ഞാൻ വേറൊരു വഴി പറഞ്ഞേട്ടെ. ഇൻ്റഗ്രൽ 1/1 + x² മീനിങ് എന്താ അത് പറഞ്ഞാൽ മതി.
ഇൻ്റഗ്രൽ 1/1+x² മീനിങ് എന്താ? എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് 1/1+x² കിട്ടുന്നത്? അതാണ് ഇൻ്റഗ്രൽ 1/1+x² മീനിങ്. എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം 1/1+x² കിട്ടാൻ? ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1+x² ആണ്. അപ്പോൾ ഒന്ന് റിവേഴ്സായിട്ട് ചിന്തിച്ചാൽ തന്നെ ചിലതിൻ്റെ ഇൻ്റഗ്രൽ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേക്കാം. x²/2 ടാൻ ഇൻവേഴ്സ് എക്സ്, ഈ -½ ഉള്ളിലോട്ട് പോട്ടെ. മൈനസും മൈനസും പ്ലസ് ആയിട്ട് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതാണ് ആൻസർ.